ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത ചേട്ടായിസ് എന്ന് പറയുന്ന സിനിമയിൽ നായികയായിരുന്നു മിയ. രണ്ടാമത്തെ ചിത്രം അനാർക്കിലയിൽ വരുമ്പോൾ അതിൽ വേറെ ഒരു നായികയുണ്ട്. അതിൽ ഏകദേശം തുല്യ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ് മിയ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഷെർലക് ടോംസിലേക്ക് വരുമ്പോഴും ഇവിടെ ശ്രിൻ്റെയാണ് ബിജു മേനോൻ്റെ നായിക അല്ലെങ്കിൽ ഭാര്യയുടെ കഥാപാത്രം ചെയ്തത്. മിയ ചെയ്തത് ഒരു ജേർണലിസ്റ്റിൻ്റെ തുല്യ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ രണ്ട് സിനിമകളിൽ ഈ ഒരു നായിക ഉള്ളപ്പോൾ തന്നെ മറ്റൊരു നായിക എന്നുള്ള രീതിയിലുള്ള കാസ്റ്റിംഗ് നടക്കുമ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിൽ എന്നോട് അമർഷം തോന്നിയിട്ടുണ്ട്. ആ താടി മീശ കണ്ടപ്പോ അമർഷം തോന്നിയ ഞാൻ വിചാരിച്ചു മൂപ്പറ് വളരെ ഗഹനമായ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നു. ആ രീതിയിലൊക്കെയാണ് മസിലൊക്കെ പിടിച്ചിട്ടാണ് ചോദിച്ചത്. അയ്യോ, സച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു നല്ലൊരു ബ്രേക്ക് തന്നൊരു സിനിമയാണ് ചേട്ടായിസ്. അപ്പോൾ അന്ന് മുതലേ പടത്തിന്റെ പേരും ചേട്ടായിസ് എന്നാണ്. അതിലുണ്ടായിരുന്ന ഇവരൊക്കെ സച്ചേട്ടൻ, ബീച്ചേട്ടൻ തന്നെയായിരുന്നു അതിനകത്തും ഉണ്ടായിരുന്നത്. സച്ചേട്ടൻ, ബീച്ചേട്ടൻ, സുരേഷ് കൃഷ്ണ, സുരേഷ് ഏട്ടനും സുഖുവേട്ടനും, ഇവരൊക്കെ ഷാജൂൺ സാർ, ഇവരൊക്കെ അന്ന് ആ ഒരു സിനിമ മുതൽ ഇവരെന്റെ സ്വന്തം ചേട്ടായിമാര് തന്നെയാണ്. ആ ഒരു സ്നേഹം, ഒരു അനിയത്തിക്കുട്ടിയോടുള്ളൊരു സ്നേഹം അവർ അന്ന് മുതൽ ഇന്ന് വരെ എന്നോട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അമർഷവും തോന്നിയിട്ടില്ല എനിക്ക്. സച്ചേട്ടനാണ് ഈ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞ് ഷെർലക് ടോംസ്. ഞാൻ ചെന്നൈ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ സച്ചേട്ടനാണ് എന്നെ ആദ്യം ഫോൺ ചെയ്തത്. മീ ഇന്ന ഒരു സിനിമയുണ്ട്, ഞാൻ ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, ഷാഫിയാണ് സംവിധാനം, ഷെർലക് ടോംസ് എന്നാണ്, ബിജു ആണ് ഹീറോ, നീ ആ സമയത്ത് ഫ്രീ ആണ് പറഞ്ഞു. ഞാൻ ആ സമയത്ത് സമയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ സമയത്ത് ഫ്രീ ആണ്, ഓക്കെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഓക്കെ പറഞ്ഞു. അപ്പോൾ സച്ചേട്ടൻ്റെയൊക്കെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി വന്ന് എനിക്ക് അഭിനയിക്കാവുന്ന ഒരു സിനിമയാണ്. സച്ചേട്ടൻ, ബീച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് അന്ന് പോലെ എനിക്ക് ചേട്ടായിമാർ തന്നെയാണ്. അപ്പോൾ ഒരമർഷം തോന്നിയിട്ടില്ല. സച്ചേട്ടൻ എപ്പോൾ വിളിച്ചാലും ഞാൻ 100% ഹാപ്പിയോട് കൂടി തന്നെ വന്ന് ചെയ്യും സിനിമ. എയർപോർട്ടിൽ ഇരിക്കുമ്പോഴാണ് 10-14 മിസ്ഡ് കോള് അല്ലേ? അപ്പോഴേക്കും ഫ്ലൈറ്റ് പിടിച്ചു വന്നല്ലേ? ഞങ്ങളിപ്പോ സച്ചി ഫോൺ ചെയ്യുമ്പോ ഞാൻ ഉണ്ടായിരുന്നു അടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കാപ്പി കുടിച്ചിട്ട് വായിലിറന്ന് നോക്കിയപ്പോ മീൻ നിൽക്കണു.